16 സങ്കീർത്തനങ്ങൾ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം വായിച്ചാലും അതേ ആ പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ചേ. അതേ എനിക്ക് ദാവീദിനോട് ചേർന്ന് നമുക്കൊന്ന് പറയാം, അതേ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കും. ഇന്ന് ധ്യാനത്തിന് ആധാരമായി എടുക്കുന്ന വിഷയം നല്ലൊരവകാശം. ആമേൻ. യാഗം കഴിച്ച് നിയമം ചെയ്ത, ജാതിപരമായുള്ള രക്ഷ പ്രാപിച്ച, ന്യായപ്രമാണകാല രക്ഷ പ്രാപിച്ച, മണവാളന്റെ സ്നേഹിത പദവിയിലേക്ക് കയറി വന്ന പഴയ നിയമ ഭക്തന്മാരിൽ ഉൾപ്പെട്ട, വെളിപ്പാട് പുസ്തകം 4 കാണുന്ന 24 സിംഹാസനങ്ങളിൽ 12 ഉള്ളിൽ വിവക്ഷിക്കാവുന്ന, ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒന്ന് തമ്മിൽ ഘടിപ്പിച്ച് ചിന്തയുണ്ടാകട്ടെ എന്നുള്ളതാണ്. ദാവീദ് പറഞ്ഞു, നല്ലൊരവകാശം, അതേ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. കൃപായുഗ രക്ഷിതഗണമായ നമുക്കും ഈ സങ്കീർത്തനകാരനോട് ചേർന്ന് നല്ലൊരവകാശം എന്നുള്ളതിൽ കിട്ടിയെന്നാണോ പറയാൻ പോകുന്നത്, കിട്ടാൻ പോകുന്നെന്നാണോ പറയാൻ പോകുന്നത്, കിട്ടിക്കൊണ്ടിരിക്കുന്നെന്ന് പറയാനാണോ പോകുന്നത്? തിരുവെഴുത്ത് ഏത് വിധത്തിൽ നമ്മെ അങ്ങോട്ട് തിരിക്കുന്നു എന്നുള്ളതിന് പുതിയ നിയമത്തിലെ 1-2 പ്രയോഗങ്ങൾ ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ചില ചോദ്യമാണ് ഇതിന് മുമ്പിൽ ഇടുന്നത്. ഒന്ന്, അവകാശത്തിൻ്റെ ദാതാവ് ആര്? അവകാശം, ഈ നല്ല അവകാശം, അതേ എനിക്ക് ഈ നല്ല അവകാശം തരുന്നത് ആര്? 2, ആമേൻ, സ്തോത്രം, ആരാണ് അവകാശി? 3, ഈ അവകാശി പ്രാപിക്കുന്ന വിധം എങ്ങനെയാണ്? 4, അവകാശത്തിൻ്റെ സവിശേഷതകൾ എന്താണ്? ഇത്രയും ചോദ്യത്തിന് ഉത്തരം എല്ലാം പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് വാക്യസഹിതം ധ്യാനിക്കാം. 1, അവകാശത്തിൻ്റെ ദാതാവ്, അർത്ഥാൽ അത് നൽകുന്ന ആള് ആരാണ്? ഉത്തരം, വൈദ്യനായ ലൂക്കോസ് ഒരു സുവിശേഷ ഗ്രന്ഥത്തിന് തൂലികാചലനം നടത്തിയ അനന്തരം പുതിയ നിയമത്തിലെ ഏക ചരിത്ര ഗ്രന്ഥം എഴുതവേ അവിടെ എത്തുമ്പോൾ നമ്മൾ പറയേണ്ടത് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം എന്നാണ് പറയേണ്ടത്. ലേഖനമല്ല, സുവിശേഷമല്ല, പ്രവചനമല്ല. സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം, അങ്ങനെയാണ് അതിൻ്റെ പ്രയോഗം. അപ്പോഴാണ് അതിൻ്റെ സുഖം കിട്ടുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 32-ാമത്തെ വാക്യം എടുത്തവരൊന്ന് വായിച്ച് സഹായിച്ചാലും. സ്നേഹ പൗലോസേ, മിഷണറി യാത്രയ്ക്ക് ഇടയ്ക്ക് മൂപ്പന്മാരെ വിളിച്ചു വരുത്തി പരാമർശിച്ചൊരു പ്രയോഗമാണ്. വായിച്ചു ആൻറ്റി ഒന്നും കൂടെ. സകല വിശുദ്ധന്മാരോട് കൂടെ അവകാശം തരുവാൻ കഴിയുന്ന
ദൈവത്തിനും. ഒന്ന്, ദൈവമാണ് പുതിയ നിയമ വിശ്വാസിയെ അവകാശിയാക്കി മാറ്റിയത്. ഹല്ലേലൂയ. അപ്പൊ ആരാണ് ദൈവം എന്ന പ്രയോഗം? ശ്രദ്ധിക്കണം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ദൈവം എന്ന പ്രയോഗം എവിടെയും പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ പ്രയോഗങ്ങൾക്ക് തെറ്റുണ്ടായിട്ടില്ല. യഹോവ എന്ന് കൊടുക്കേണ്ടടുത്ത് യഹോവ, ദൈവമായ യഹോവ എന്ന് കൊടുക്കേണ്ടടുത്ത് ദൈവമായ യഹോവ, യഹോവയായ ദൈവം എന്ന് കൊടുക്കേണ്ടടുത്ത് അങ്ങനെ, ക്രിസ്തുവേശു എന്ന് കൊടുക്കേണ്ടടുത്ത് അങ്ങനെ, യേശു ക്രിസ്തു എടുത്ത് കൊടുക്കേണ്ടടുത്ത് അങ്ങനെ. ആ പ്രയോഗങ്ങൾക്കകത്തെല്ലാം വളരെ അർത്ഥമഹാത്മ്യമുണ്ട്. ആ പ്രയോഗങ്ങളുടെ വ്യത്യാസം ഏതെങ്കിലും ഒരു ദൈവവചന പഠനവേളയിൽ ഇപ്പോഴേ എഴുതി വെച്ചോ, വിടരുത്. എപ്പോഴെങ്കിലും ചോദിച്ചാൽ അതിന് 1, 2, 3, 4 കുറിപ്പുകളായി മറുപടി പറയാൻ വാക്യസഹിതം എൻ്റെ ആശയപ്പുരയ്ക്കകത്ത് കിടപ്പുണ്ട്. അതവിടെ കിടക്കട്ടെ, മാറ്റിവെക്കുകയാണ്. അപ്പോഴാ ദൈവം ആരാണ്? ദാതാവ് ദൈവം. ഇവിടെ കേരള സർക്കാർ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് പുറമറ്റത്തുള്ള ഒരാൾക്ക്, ഞാൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ എൻ്റെ എന്തുവാ പറയുന്നത്, സുതാര്യത എന്നോ സമത്വത എന്നുള്ളതോ ചിലപ്പോൾ തെറ്റിപ്പോവും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നിങ്ങളിൽ ഒരാൾ അത് അവരവരങ്ങ് സങ്കല്പിച്ചോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കോൾ വരികയാണ്, നിങ്ങൾക്ക് ഒരു ദാനം നൽകണം, ഒരു ഗിഫ്റ്റ് നൽകണം എന്ന് പറഞ്ഞ ഒരു കോൾ വന്നാൽ അവിടെ പോകാൻ നമ്മൾ ആ പുറപ്പാടിന് എന്തെല്ലാം പരിപാടി ചെയ്യും. ചിലരാണെങ്കിൽ അന്ന് പോകാൻ വേണ്ടി ഒരു തുണിയെടുക്കും, പോകാൻ വേണ്ടി എന്ത് ചെയ്യും, മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകുന്ന ഏറ്റവും നമ്മളാൽ ആ വേദിയിൽ ചെല്ലുമ്പോൾ പരമാവധി നമ്മൾ 90% കാര്യമാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരുങ്ങി ചമഞ്ഞ് ചെല്ലും. വേണമെങ്കിൽ നമ്മൾ 10 പേരോട് പറയും. പിന്നെ മുഖ്യമന്ത്രിയുടെ അരിയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് ആ സ്റ്റാറ്റസ് നമ്മൾ പിന്നെ മാറ്റുകയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തരാമെന്ന് പറഞ്ഞാലും മുർമു ആൻറ്റി തരാമെന്ന് പറഞ്ഞാലും മനസ്സിലായില്ല. നമ്മൾ ചെല്ലും, പ്രസിഡന്റ് തരികയാണെങ്കിൽ ചെല്ലും. അത് നമുക്ക് അത് നമ്മുടെ ചിലരെ നമുക്ക് അത് നമ്മുടെ സോക്കേഴ്സിൽ ആ ദാനം സ്വീകരിക്കുന്നതിൻ്റെ ഒരു പടം, പിന്നെ കിട്ടിയത്. അതിനർത്ഥം നമ്മൾ കയറി വരുമ്പോൾ എല്ലാവരും ചോദിക്കണം, അല്ലേ, ഇത് എവിടുന്നാ കിട്ടിയേ, എന്നാ കിട്ടിയേ. ചോദിക്കാതെ പോകുമ്പോൾ നമുക്കത്ര ഒരു സന്തോഷം ഉണ്ടാകും. ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു എന്തെന്നില്ലാത്ത സുഖം നമുക്ക് കിട്ടും. നമ്മളെ ഒന്ന് പൊക്കി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമലാകും, നമുക്കൊരു തരിപ്പോ ഇല്ലേ, എന്തെന്നില്ലാത്ത ഒരു സുഖം. അപ്പം അത് മനുഷ്യനെ അങ്ങനെയാ ദൈവം സൃഷ്ടിച്ചേക്കുന്നത്. പൊക്കി പറയുമ്പോൾ ഒരു സുഖം കിട്ടും. ആ സുഖം എന്താണെന്ന് ഇവിടെയുള്ള നമുക്കത് കടലാസിലും മഷിയിലും എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സുഖത്തെ വർണ്ണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ വർണ്ണിക്കാൻ പറ്റുന്നൊരു ഭാഷയാണ് ഞാൻ അവിടെ പറഞ്ഞത്. എന്തെന്നില്ലാത്ത ഒരു വല്ലാത്ത സുഖം കിട്ടും. എന്നാലേ സകലത്തെയും പടച്ചോൻ, സകലത്തിനും കാരണഭൂതനായവൻ ഒരു ദാനം വ്യക്തിപരമായി നമുക്ക് കൈമാറുമ്പോൾ, ഹല്ലേലൂയ, ഏറ്റവും വിലപ്പെട്ടത് കൈമാറുമ്പോൾ എന്ത് മനസുഖം. അത് ഓർക്കുമ്പോ, അത് കിട്ടിയ ദിവസം ഓർക്കുമ്പോ നിത്യജീവൻ എന്ന അവകാശം നമുക്ക് അവൻ കിട്ടിയതോർത്ത് കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മഹത്വം കരേറ്റാം.
അത് കിട്ടിയ ദിവസം ഓർക്കുമ്പോൾ ആ സുഖം ആ സുഖമല്ല. ഞാൻ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ചെന്ന് നിന്നാൽ നമുക്കങ്ങനെ ദിവസമുണ്ടെങ്കിൽ കിട്ടുന്ന സുഖമല്ല, അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് സുഖം. ഈ രക്ഷ എന്ന ദാനം ദാതാവിൽ നിന്ന് നമുക്ക് ലഭിച്ചപ്പോൾ, ആ ദിവസം ഓർക്കുമ്പോൾ, സ്നാനപ്പെട്ട ദിവസം ഓർക്കുമ്പോൾ, ആമേൻ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ദിവസം ഓർക്കുമ്പോൾ, യേശു ഉള്ളത്തിൽ വന്ന ദിവസവും സമയവും ഓർക്കുമ്പോൾ, ആ രംഗം ഓർക്കുമ്പോൾ, ആനന്ദം ഹൃദയത്തിനകത്തുള്ളവർ ആ രക്ഷയുടെ ആനന്ദത്തോടെ ദൈവത്തിന്റെ മഹത്വം കരേറ്റാം. അതുകൊണ്ട് പ്രിയരെ, അപ്പൊ ദൈവമാണ് ദാതാവ്. 2, ഈ അവകാശത്തിൻ്റെ അവകാശി ആരാണ്? എടുക്കാം. റോമാലേഖനം 8:4 വാക്യം ഒന്ന് വായിച്ചാട്ടെ. അറിയാവുന്ന വാക്യമാണ്. നാം ബഹുവചനമാണ്. പുറമറ്റത്തുള്ള പ്രാദേശിക സഭ ഒന്ന് ചേർന്ന് പറയാമോ? നാം എന്ന് പറയുമ്പോൾ അതിനകത്ത് ചേർന്ന് പറയുന്ന ഈ കൂട്ടരെല്ലാം കൂടെ ചേർന്ന് ആഗോള വ്യാപകമായ സഭയാണ്, എക്ലീഷിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാം വായിച്ചോ. മക്കൾ എങ്കിലോ അവകാശികളാകുന്നു. നാം മക്കൾ. ആരാണ് അവകാശി? നല്ലൊരവകാശത്തിന്റെ അവകാശി ആരാണ്? പുത്രസ്വീകരണം ലഭിച്ചവർ. ആരാണ്? പുത്രത്വം ലഭിച്ചവർ, മക്കൾ. ഈ മക്കളുടെ ബന്ധം വലിയ ബന്ധമാണ്. സ്തോത്രം. വാട്സപ്പിനകത്ത് ഒത്തിരി ആളുകളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകും. ഫേസ്ബുക്കിൽ ഒത്തിരി ആളുകൾ ഫ്രണ്ട്സ് ഉണ്ടാകും, അല്ലേ? ഇനിയിപ്പോൾ എന്തൊക്കെയാ, ഇതിനകത്തെല്ലാം നമുക്ക് ഒത്തിരി കണക്ഷൻ ഉണ്ടാകും. എന്നാൽ മക്കൾ എന്നുള്ളത് ആ ഫ്രണ്ട്സിൻ്റെ സ്ഥാനത്തല്ല, കുറച്ചും കൂടെ അടുത്ത് വരാം. അവർക്ക് അപ്പനോട് അടുത്ത് വരാം. അതിന് സമയഭേദമന്യേ വരാം. അതിനകത്തുള്ള കാരണം എന്താണെന്നറിയാവോ? ആരെവിടെ ഉണ്ടെങ്കിലും കയറി ചെല്ലാം. കാരണം അതൊരു രക്തബന്ധമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ പുണ്യാഹ രക്തത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പുത്രത്വത്തിന്റെ ശ്രേഷ്ഠതയ്ക്കായി എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? മക്കളെങ്കിലോ. അന്നേരം വഴിയേ പോകുന്നവൻ പറയാ, നമ്മുടെ പുരയിടത്തിൽ നമ്മൾ ജനിച്ച നമ്മുടെ അപ്പൻ്റെ പേർക്ക് ആധാരമുള്ള ഭൂമിയിൽ നമ്മൾ മുറ്റത്ത് നിൽക്കുമ്പോൾ നീ എന്താടാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ ഭൂമി നിന്നുകൊണ്ട് കൈവശാവകാശമേ ഉള്ളൂ. ശരിക്കും ആധാരം വായിച്ചാലൊന്നും എൻ്റെ ആന്ന് പറഞ്ഞത് എൻ്റെ തടിക്കത്തില്ല. ഇത് വായിച്ചിട്ടില്ല. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ആരും കാണാതെ ഒന്ന് വായിക്കണം എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നതെന്ന്. സർക്കാർ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളെല്ലാം ഒന്നും വായിച്ചിട്ടില്ല. സ്തോത്രം. പണ്ട് ഒരിക്കലും വായിക്കാത്ത വെച്ചാൽ ആധാരം വായിച്ചു എന്നോട് ചോദിച്ചു, എൻ്റെ ആധാരത്തിനകത്ത് പണ്ടാരമെന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പണ്ടാരം ബഹ എന്ന് എഴുതിയേക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, അച്ഛാ അത് എൻ്റെ സ്ഥലം ഭണ്ഡാരമാണെന്ന് എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞു. അല്ല, ഭണ്ഡാരമാണോ ദേവസ്വം ജന്മമാണോ എന്തോ ആയിക്കോട്ടെ, ഒന്ന് വായിച്ചു നോക്കണം. നമ്മുടെ കയ്യിൽ ഇതുണ്ടേലും നമ്മൾ ആരും കാണാതെ മടക്കി വെച്ചേക്കുകയാണ്. ഉണ്ടെന്നുള്ള ചിന്തയിലിരിക്കുക. വായിച്ചു നോക്കണം. വായിച്ചു നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഉള്ളിൽ എന്തുവാ എഴുതി വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ ചെറുക്കൻ നിന്നേച്ച് ചോദിക്കുക അവനോട്, വഴിയേ പോകുന്നു, നീ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് എൻ്റെ വീടാണ്. അവൻ അത്ര അഭിമാനത്തോടെയും ഉറപ്പോടെയും തറപ്പിച്ചും പറയാൻ കാരണം അവൻ്റെ അപ്പനുമായി, ഇതിൻ്റെ ഉടമയുമായുള്ള രക്തബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇതുപോലെ മക്കളോ അവർ അവകാശികളാണ്. പുത്രത്വത്തിൻ്റെ അവകാശം 1, 2, 3, 4 കുറിപ്പുകളായി തെളിയിക്കേണ്ടത് വിസ്താരഭയത്താൽ വിടുന്നു. 3 ആമേൻ. ഈ അവകാശം എങ്ങനെ പ്രാപിക്കാൻ പറ്റും? റോമാലേഖനം തന്നെ
അതിൻ്റെ 4-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. 2 പ്രയോഗങ്ങളാണ് എടുക്കേണ്ടത്. വായിച്ചോ. ആ ആ ഇത് ഈ അവകാശത്തിലേക്ക് വന്നത് 1 രൂപ മുടക്കിയല്ല, 1/2 മൈൽ നടന്നല്ല, 1 വെടിയും പൊട്ടിച്ചല്ല. ആമേൻ. ഈ അവകാശത്തിലേക്ക് വന്നത് വിശ്വാസത്താൽ. സ്വത്രം വിശ്വാസത്താൽ. അപ്പോൾ വിശ്വാസത്താൽ നാം പ്രാപിച്ചു കഴിഞ്ഞു, അവകാശിയായി തീർന്നു കഴിഞ്ഞു, ആത്മരക്ഷ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അക്ഷരികമായി സ്വർഗീയ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ആ പ്രയോഗം അങ്ങനെ തന്നെയാണ് ഞാൻ പ്രയോഗം നടത്തുന്നത്. ആമേൻ. സ്തോത്രം. അക്ഷരികമായി അനുഭവിക്കാൻ പോകുന്നു എന്നുള്ള പ്രയോഗം തന്നെയാണ്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം വീട്ടിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി. അതിന് മറുപടി പറയാൻ വാക്യസഹിതം ആശയപ്പുരയ്ക്കകത്ത് കരുതിക്കൊണ്ട് വരാം, ചോദിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഉത്തരം ഒരു പ്രധാന ഭാഗത്തേക്ക് പോവുകയാണ്. വെളിപ്പാട് പുസ്തകം ഒന്ന് എടുക്കാമോ? 21-ന്റെ 7-ാമത്തെ വാക്യം വായിച്ചോ. വായിച്ചോ, വേഗം വായിച്ച് സഹായിച്ചാൽ. ബുക്ക് ഓഫ് റെവലേഷനിലെ ഏറ്റവും അവസാനത്തിൽ കൊടുത്തിരിക്കുന്ന പ്രയോഗങ്ങളിൽ ഒന്നാണ് ജയിക്കുന്നവന് ഇത്. ആമേൻ. ജയിക്കുന്നവന് പുതിയ യെരൂശലേമിൽ അംശം. ജയിക്കുന്നവന് സ്തോത്രം ക്രിസ്തുവിനോട് കൂടെയുള്ള അവസ്ഥ. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ജയാളിക്ക് കിട്ടും. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കരേണ്ടാം. ഇനി ഈ അവകാശത്തിന് ഇത് നല്ലൊരവകാശമാകാൻ, ഈ അവകാശം കിട്ടിയ ആളുകൾക്ക് പലർക്കും, എല്ലാവരുടെയല്ല, പലരും അവകാശത്തിൽ അതൃപ്തരായ ആളുകളുണ്ട്. എനിക്ക് ആ പറമ്പിൻ്റെ മൂല കിട്ടി, പാറക്കാല കിട്ടി, എനിക്ക് വഴിയില്ലാത്തിടം കിട്ടി, ഇതിലും നല്ലത് എനിക്ക് തരാമായിരുന്നു, ആർക്കും വേണ്ടാത്തത് കിട്ടി, എനിക്ക് നല്ലത് കിട്ടിയില്ലേ, കിട്ടി എന്നാലും നല്ലത് കിട്ടിയില്ലേ എന്നുള്ള പഞ്ഞവും പരിവവും എവിടെങ്കിലും ഹൃദയത്തിൻ്റെ കോണിക്കിടപ്പുണ്ടെങ്കിൽ തട്ടിക്കളയാനൊരു വാക്യം. നമുക്ക് കിട്ടിയിരിക്കുന്ന അവകാശത്തിൻ്റെ പ്രത്യേകത, ഒരുക്കിയിരിക്കുന്ന അവകാശത്തിൻ്റെ പ്രത്യേകത. ആമേൻ. എടുത്തോ. അപ്പം അറിയാവുന്ന വാക്യം തന്നെയാണ് പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. അറിയാവുന്നവർ പറഞ്ഞോ, അല്ലെങ്കിൽ വായിച്ചു. ക്ഷയം, മാലിന്യം, ക്ഷയിക്കാത്തത് എന്ന് വെച്ചാൽ ഈ അവകാശം, ഇവിടെയുള്ള ഏത് അവകാശവും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി നടന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ? നന്നായി നനച്ച്, കാട് വെട്ടി നന്നായിട്ട് നനച്ച്, നല്ല നിലയിൽ നന്നായി മതിൽ കെട്ടി നല്ല നിലയിൽ അത് നോക്കി പരിപാലിച്ചാലേ ഇവിടെയുള്ള ഏത് അവകാശവും. നമ്മൾ കണ്ടിട്ടില്ലേ, ചില അവകാശം കിട്ടിയ അവകാശികൾ ഇവിടെ ഇല്ലാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന സ്ഥലങ്ങൾ ഇന്ന് കാട് പിടിച്ച് ഇതിൻ്റെ പരിസരത്തും പലയിടത്തും കിടപ്പുണ്ട്. സ്തോത്രം. കുമ്പനാട് പരിസരത്തൂടെയൊക്കെ ചിലയിടത്തൂടെ പോകുമ്പോൾ വലിയ വീടുകൾ കാട് കയറി കിടപ്പുണ്ട്. ഭയങ്കരം വീട്, മുട്ടം വീടാ, മുറ്റത്തെല്ലാം കാട് കയറി വല്ലാത്ത അവസ്ഥയിൽ കിടപ്പുണ്ട്. കാര്യം ആളില്ല അടുത്ത്. അത് പരിപാലിച്ചാലേ നന്നായി നിൽക്കത്തുള്ളൂ. എന്നാൽ കർത്താവ് നമുക്ക് നൽകുന്ന അവകാശത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ആമേൻ. വാട്ടം ഇല്ലാത്തത്, ക്ഷയമില്ലാത്തത്, അടുത്തത് മാലിന്യമില്ലാത്തത്, അടുത്തത് വാട്ടമില്ലാത്തത്. അങ്ങനെ ആ പ്രയോഗം അവസാനം കൂടെ ഒന്ന് വായിച്ചു നിർത്തിക്കോ. നിർത്താൻ പോവാ. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി. ചുമ്മാതങ്ങ് ഇവനങ്ങ് വീണ്ടും ജനിച്ചോട്ടെ എന്ന് പറഞ്ഞ് ജനിപ്പിച്ചതല്ല. സ്തോത്രം. പെന്തക്കോസുകാർ ഇവരെല്ലാം പെന്തക്കോസുകാരാകും, ഇവൻ മാത്രമായിട്ട് വീണ്ടും ജനിക്കാതിരിക്കേണ്ടെന്ന് പറഞ്ഞ് ജനിപ്പിച്ചതല്ല. സ്തോത്രം. എന്തായാലും കുമ്പനാട് പരിസരത്തല്ലേ, അതുകൊണ്ട് ഇവനെയും കൂടെ ഞാൻ വീണ്ടും ജനിപ്പിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും ജനിപ്പിച്ചതല്ല. വീട്ടിൽ സെൻട്രൽ പാസ്റ്റർ ഉള്ളത് കൊണ്ട് വീണ്ടും ജനിച്ചതല്ല. ആമേൻ. സ്തോത്രം. വല്യപ്പൻ
ഏറിയ കൺവീനർ ആയതുകൊണ്ട് ജനിച്ചതല്ല. ആമേൻ. ഇത് പാരമ്പര്യമായി ഒന്നും കിട്ടിയതല്ല. ആട്ടെ, ഇവനെ കണ്ടിട്ട് കൊള്ളാം, ഉപദേശിയാക്കാൻ കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെയും വീണ്ടും ജനിപ്പിച്ചതല്ല. വീണ്ടും ജനനം കിട്ടിയത് കൃപയാലാണ്. നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം ഇവയൊന്നുമില്ലാത്ത അവകാശത്തിന് വേണ്ടി. ആമേൻ. അതുകൊണ്ട് ഈ അവകാശത്തെ സങ്കീർത്തനകാരനോട് ചേർന്ന് നമുക്ക് പറയാം, നല്ലൊരവകാശം. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ അവകാശം നല്ലൊരവകാശമാണ്. ഈ നല്ലൊരവകാശത്തിലേക്ക് നമ്മെ നയിക്കാൻ, നല്ലൊരവകാശത്തിൻ്റെ അവകാശിയാക്കി നമ്മെ മാറ്റാൻ അവിടുത്തെ ഓമനകുമാരനെ അവൻ നൽകേണ്ടതായി വന്നു. ആമേൻ. അവിടുത്തെ ഏകജാതനായ പുത്രൻ നമുക്ക് വേണ്ടി യാഗമായി തീരേണ്ടതായി വന്നു. അവിടുത്തെ പവിത്രമായ കൈകാലുകളിന്മേൽ ആണി അടിക്കപ്പെടേണ്ടതായി വന്നു. സ്വത്രം നല്ലൊരവകാശം കർത്താവ് നമുക്ക് നൽകിയതോർത്ത് സന്തോഷത്തോടെ ദൈവമക്കൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇതൊക്കെ ഒന്ന് പരിശീലിക്കണം പ്രിയമുള്ളവരെ. കഴിഞ്ഞ ആഴ്ചയിലും അനുഗ്രഹിക്കപ്പെട്ട ദൂത് നമ്മൾ കേട്ടു. നമുക്ക് കിട്ടിയിരിക്കുന്ന രക്ഷ അത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. ആകയാൽ ഈ അവകാശബോധത്തിൽ അവകാശികൾ, അവകാശം നൽകാൻ പോകുന്ന ദാതാവാരെന്നുള്ള ബോധ്യത്തോടുകൂടെ നല്ലൊരവകാശ അപബോധത്തോടെ മുന്നേറുവാൻ വലിയ കൃപ ഏഴകളായ നമുക്ക് ധാരാളമായി നൽകട്ടെ എന്ന വാക്കുകളോടും ഞാനൊരു കുത്ത് വാക്കുകൾക്കിടുന്നു.